ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് അവരെന്ത് തീരുമാനമാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ പിന്നെ വന്നിരിക്കുന്നത് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്ന സ്റ്റാറാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കാണിക്കാൻ പാടില്ല, കാർഡ് സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ എനർജിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ബന്ധം മുന്നോട്ട് അവർക്ക് പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. അതായത് മുന്നോട്ട് എന്താണ് തീരുമാനം എന്നുള്ളത് നോക്കുന്ന സമയത്ത് സ്റ്റാർ കാർഡാണ് നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് അത്രത്തോളം സ്റ്റാർ എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്രതീക്ഷ ഉണ്ട് ഈ ഒരു ബന്ധത്തിൽ. ആൾക്കായാലും നിങ്ങൾക്കായാലും പ്രതീക്ഷയോടെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. എത്രയൊക്കെ എഫേർട്ട് എടുത്താലും എത്രയൊക്കെ ഇനി പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങളെ വിട്ടുകളയാൻ ഈ വ്യക്തി തയ്യാറല്ല. അത്രത്തോളം അട്രാക്ഷനാണ് അവർക്ക്. നിങ്ങളടുത്ത് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം പോലും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം നീങ്ങുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ വ്യക്തിയോ നിങ്ങളോ ഒരിക്കലും രണ്ടുപേരും പരസ്പരം അത്രത്തോളം തിളക്കം ഉള്ള ഒരു ബന്ധം പോലെ കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കും ഈ ഒരു ബന്ധം. അത്രത്തോളം ആൾക്കാർക്ക് അസൂയ ഉണ്ടാക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ പ്രണയിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ആളിപ്പം നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ആ ഒരിതാണ് കേട്ടോ. മുന്നോട്ട് തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നേടിയെടുക്കണം. അത് ഇവിടെ കാണുന്നുണ്ട്. പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. ഇപ്പോഴും ആ വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ളത് കേട്ടോ. നിങ്ങളുമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നുള്ളത് ഈ വ്യക്തിയുടെ വലിയൊരു സ്വപ്നമാണ് എന്നതാണ് കാണുന്നത്. ഓരോന്നായിട്ട് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയതായിട്ടാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കിങ് ഓഫ് ഷോർട്സിൻ്റെ എനർജി റിവേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു സൗന്ദര്യ പിണക്കം നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. ഭയങ്കര ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വഴക്ക് നടന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും ഈ വ്യക്തിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ വേണം ആൾക്ക് കേട്ടോ. ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. എന്തൊക്കെ വഴക്കിട്ടാലും ഇനി എത്രയൊക്കെ നിങ്ങൾ അകന്നിരുന്നാലും അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങളായിരുന്നു അവരുടെ എല്ലാം. നിങ്ങളായിരുന്നു അവർ. നിങ്ങളെ ഒരു വൈഫ് ഹസ്ബൻഡ് എന്ന പോലെയാണ് അവർ കാണുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം അവരെ അതുപോലെ ആയിരിക്കും. ഒരു പേരൻസ് എങ്ങനെയാണോ മക്കളെ നോക്കുന്നത് അതുപോലെയാണ് നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോളം വേറെ ഒരാളെയും അവർക്കതുപോലെ കാണാൻ സാധിക്കില്ല എന്നതാണ് കാണുന്നത്. ഇനി കിട്ടില്ല. അവർക്കത് നന്നായിട്ട് അറിയാം. കണ്ടോ, 2 കപ്സിൻ്റെ എനർജിയാണ്. അവരുടെ യഥാർത്ഥ പാർട്ട്ണർ അത് നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിൽ കേട്ടോ. മറ്റൊരാളെ അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരാളെ അവർക്ക് പറ്റില്ല. കാരണം ഏതിനും ഇപ്പോൾ അടികൂടുകയാണെങ്കിലും തൊട്ടതിനും പിടിച്ചതിന് നിങ്ങൾ ചിലപ്പോൾ അടികൂടുന്നുണ്ടാവാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നിങ്ങൾ വീണ്ടും അടികൂടുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷെ അവർക്ക് നിങ്ങൾ തന്നെ വേണം. മറ്റാരും ആ സ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ് കാണുന്നത്. കാരണം അവർക്ക് അങ്ങനെയാണ്. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അവരൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക ഇപ്പോൾ കേട്ടോ. അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. തീർച്ചയായിട്ടും അത് മറ്റൊന്നുമല്ല, നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആളിപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെറിയൊരു സൗന്ദര്യ പിണക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആൾ മാറ്റിയെടുക്കും കേട്ടോ. ആളായിട്ട് നല്ല ഈഗോ ഉണ്ട് ഈ വ്യക്തിക്ക്. എങ്കിലും
ആൾ വീണ്ടും ഇതൊരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ് കേട്ടോ ബന്ധം. അങ്ങനെ തീർത്തും ഇത് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയില്ല. കാരണം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ വേഗം തന്നെ തിരിച്ചു വരും. അങ്ങനെയുള്ളൊരു എനർജിയാണ് കാണുന്നത്. ഇത് കണ്ടോ, അവരുടെ ഉള്ളിൽ നിങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബന്ധം അവർ എത്രയൊക്കെയാണെങ്കിലും ശരി, എത്രയൊക്കെ വഴക്കിട്ട് പിണങ്ങിയാലും ശരി, അവർക്ക് നിങ്ങൾ വേണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുന്നോട്ട് അങ്ങനെയാണ് അവർ കേട്ടോ. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇതിൽ പരം ഒരു കാർഡ് വേണമെന്നില്ലാലും അത്രയും അവസാനത്തെ കാർഡാണ്. കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ വെളിച്ചമാണ്, നിങ്ങളെല്ലാമാണ് അവർക്ക്. നിങ്ങളില്ലാതെ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് തേർഡ് പാർട്ടി കണക്ഷനൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും തടസ്സത്തെ അതിജീവിച്ച ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നാണ് കാണുന്നത്. ഫാമിലി പ്രശ്നം ഇതിനകത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫാമിലിയുടെ എതിർപ്പ് ചിലപ്പോൾ ആവാം. നിങ്ങൾക്കിടയിലുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു വ്യക്തികളായിരിക്കാം. ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ എന്നിരുന്നാലും ഈ വ്യക്തിക്ക് ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ വ്യക്തിക്ക് നിങ്ങൾ വേണം കേട്ടോ. അവരിപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, എങ്കിലും ആ ബ്ലോക്ക് അപ്പം തന്നെ അവർ മാറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്യും, നിങ്ങളും മാറ്റും. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കാർഡിലൂടെ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് പിണങ്ങി നിൽക്കാൻ ഒരുപാട് നേരമൊന്നും പറ്റില്ല. കൂടിപ്പോൾ ഒരു 10 ദിവസം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് പറ്റില്ല. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് പോലെയാണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഉടക്കും കേട്ടോ. വീണ്ടും നിങ്ങൾ വഴക്കിടും, വീണ്ടും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, വീണ്ടും പിണങ്ങും. എന്ന് വെച്ചാൽ സ്നേഹമാണെങ്കിൽ ഒരുപാട് സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ. മെയിൻ അതാ കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ്. നിങ്ങളുടെ വ്യക്തി പിണങ്ങിയിട്ട് 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ആൾ നിങ്ങളിലേക്ക് വരും കേട്ടോ. അത്ര ഫുൾ നോ കോണ്ടാക്റ്റ് ഉള്ളവരുടേതല്ല ഇത്. ചെറിയ ഒരു സൗന്ദര്യ പിണക്കത്തിൻ്റെ അങ്ങനെയുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് കേട്ടോ. ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തിക്ക് നിങ്ങളില്ല പറ്റില്ല, നിങ്ങൾക്കായാലും അങ്ങനെ തന്നെ കേട്ടോ. ലെറ്റർ സെഡ് ആണ് വന്നിരിക്കുന്നത്. ഉത്രം, തിരുവാതിര, എറണാകുളം, എന്നാണ് വന്നിരിക്കുന്നത്. കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം. ലെറ്റർ എൻ ഉണ്ട് കേട്ടോ. ഗവൺമെൻറ് ജോലിയുള്ളവർ, കാസർഗോഡ്, വൈറ്റ് കളർ. ലെറ്റർ ബി ആണ്. ലെറ്റർ ജി, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ എക്സ് ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം. തൃക്കേട്ട, ബ്ലൂ കളർ. വൈ ആണ് വന്നിരിക്കുന്നത്. യെല്ലോ കളർ. ലെറ്റർ എച്ച് ആണ്. കാർത്തിക, ഐ ആണ് കിട്ടിയിരിക്കുന്നത്. ലെറ്റർ ഐ. മകം, അനിഴം, ഏപ്രിൽ. ലെറ്റർ ടി ആണ് വന്നിരിക്കുന്നത്. ഡാൻസ് അറിയുന്നവരായിരിക്കാം. കോട്ടയം, 29, W എന്ന് എഴുതിയിട്ടുണ്ട്. 30, 28. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമുക്കിവിടെ മെയിനായിട്ട് കാണുന്നത് നിങ്ങളുടെ സൗന്ദര്യ പിണക്കം അത് ശരിയാവും. ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഒരിക്കലും പിരിയാൻ സാധിക്കില്ല. ഈ വ്യക്തിക്ക് നിങ്ങളില്ലാതെ മുന്നോട്ട് പോകില്ല. ഇനിയിപ്പോൾ മാരേജ് ആയാലും നിങ്ങളും ഒത്തു തന്നെ ആയിരിക്കും. ഇതിൽ കാണുന്നുണ്ട് ഒരു റീയൂണിയനൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ശരിയായി വരും കേട്ടോ. കാര്യങ്ങൾ ശരിയായി വരും. കാരണം അവസാനം നമുക്ക് കിട്ടിയ സൺ കാർഡാണ്. ഇത് ഒത്ത തീർപ്പിലേക്ക് വരും. കാര്യങ്ങൾ ശരിയായി വരും. എന്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഇതിനകത്തുണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കും. നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു ക്ലാരിറ്റി ലഭിക്കും. വ്യക്തിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ. ഈ വ്യക്തിക്കായാലും അങ്ങനെ തന്നെയാണ്. ആളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ആളുടെ തീരുമാനം എന്ന് വെച്ചാൽ നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശമാണ്. നിങ്ങൾക്കായാലും ചെറിയൊരു സംശയം നിങ്ങളുടെ വ്യക്തിക്ക് നേരെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങനെയാണ്. ഇതിനകത്ത് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. വീണ്ടും നിങ്ങൾ അടികൂടും. പക്ഷേ നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. കാരണം രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഇതിനകത്ത്. അപ്പോൾ ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയുന്നവർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്